6 ലക്ഷം വരെയൊക്കെ ലോണ് കയറാനുള്ളതാണ്. അപ്പോൾ എന്തായാലും ഫുൾ ലോണും ക്യാഷ് ബാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞെത്തിക്കാൻ പറ്റുമോ? ലോണ് പ്രോത്സാഹിപ്പിക്കുന്ന പറ്റില്ല. 1 ഇയർ വാറണ്ടി കിട്ടുന്നുണ്ടാവും. മാനുവലിന്റെ റേറ്റിൽ അല്ല, ഓട്ടോമാറ്റിക്കിന്റെ റേറ്റിൽ മാനുവൽ പുതിയ വണ്ടിക്ക് ഏകദേശം 24 കിലോമീറ്റർ ആണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. അതും ഇത്രയും വലിയ വണ്ടിക്ക് 24 കിട്ടിയില്ലെങ്കിൽ എന്തായാലും 20 നമുക്ക് ലൈവായിട്ട് മാക്സിമം കിട്ടേണ്ടതാണ്. ഒരു 20,000 മുതൽ 50,000 റേഞ്ചിലൊക്കെ ആയിട്ട് ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഓട്ടോമാറ്റിക് റിച്ച് ഇറക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. എടുക്കുന്ന ആൾക്ക് ഇപ്പോൾ ജനറലി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ജസ്റ്റ് 3 പ്രാവശ്യം സർവീസ് സെന്ററിൽ കൊണ്ടുപോയി കാണിച്ചാലും പൈസ ചെലവൊന്നും വരില്ല. അതിന്റെ തന്നെ എന്തെങ്കിലും പാർട്സിന് എന്തെങ്കിലും മേജർ ആയിട്ട് ഇപ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ, കാരണം യൂസ്ഡ് വണ്ടിയാണ്, എന്താ റീപ്ലേസ് ചെയ്യേണ്ടി വന്നാലും അത് കമ്പനി ചെലവിൽ മാറ്റിക്കോളും. 58,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ ആണോ? ജെന്യൂൻ കിലോമീറ്റർ ആണെങ്കിൽ നല്ല അടിപൊളി ചാൻസ് ആണത്. പക്ഷെ അതിനുള്ള റേറ്റുകൾ പറയില്ലെങ്കിൽ 5-ന് പുറത്തുണ്ടാവും. നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കോഴിക്കോട് നേരെ റൈറ്റ് സൈഡിൽ കാണുന്നത് കോഴിക്കോട് കണ്ണൂർ ബൈപ്പാസ് ആണ്. അതായത് ഈ ലൊക്കേഷൻ വരുന്നത് മുന്നേ വീട്ടിലൊക്കെ ചെയ്തിട്ടുള്ള എ മോട്ടോഴ്സിന്റെ പൂളാടിക്കു എന്നുള്ള ഔട്ട്ലെറ്റ് ആണ്. വിഷു കഴിഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ റംസാൻ, ഈദ്, പെരുന്നാൾ ഓഫർ കാര്യങ്ങളൊക്കെ ഒരു എല്ലായിടത്തും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ കുറച്ച് വണ്ടികൾ ഇനി ഓഫർ റേറ്റിലായിട്ട് ബാക്കിയുണ്ട്. അപ്പോൾ നമുക്കുള്ള ഒരു വണ്ടികൾ പരിചയപ്പെട്ട് തുടങ്ങും. വീഡിയോ അതായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 100K സബ്സ്ക്രൈബേഴ്സ് ആകുന്ന ഒരു കാർ ഗിവ് അവേ കൊടുക്കുന്നുണ്ടാവും. പങ്കെടുക്കാനുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു വണ്ടികൾ പരിചയപ്പെട്ട് തുടങ്ങാം. സോ മൂവിങ് ടു ദ വീഡിയോ. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ജലീസ അല്ല, കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ കുറ്റം പറയുന്നതൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് എനിക്കൊണ്ട് ക്ഷമിച്ചെന്നാ പറഞ്ഞത്. ഇപ്പൊ 2ാമത്തെ പ്രാവശ്യമാണ്, ഇനി പരിഗണന ഒന്നും ഉണ്ടാവില്ല. തുടങ്ങല്ലേ? ഏകദേശം വണ്ടിയുടെ ഡീറ്റെയിൽ ഒക്കെ അറിയാലോ. കല്ലാസ് ഉണ്ട്, സെറ്റ്. അല്ല, വില എന്താ പാട്? ആർക്കും കുഴപ്പമില്ല, എടുക്കുന്നതൊക്കെ കുഴപ്പമില്ലാത്ത റേറ്റ് ആണോ? ജലീസ ഫസ്റ്റത്തെ വണ്ടിയാണ്. 2010 മോഡലാണ്. പെട്രോൾ ആയിരിക്കും. 1.1 ലിറ്റർ എഞ്ചിനാണ്. ഏകദേശം 15 അടുത്ത് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഇത് GL ആണോ GLS? GLS ആണ്. GLS ഉണ്ട്. GLS ഉണ്ട്, കാരണം പവർ വിൻഡോസ് വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. 2010 മോഡൽ ആവുന്നേരം 24 വരെയാണോ 25 വരെയാണോ പേപ്പർ വാലിഡിറ്റി ഉള്ളത്? 25 വരെ. 24 വരെ ഉള്ളൂ. 24 വരെ ഉള്ളൂ. അത് ഇൻഷുറൻസ് ആണ്. 25 വരെ പേപ്പർ വാലിഡിറ്റി വരുന്നത്. എത്ര റേറ്റ് എത്ര ചോദിക്കുന്നത്? 2010 ചോദിക്കുന്നത്. 80,000 ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത റേറ്റ് ആണ്. വണ്ടി എന്താ അവസ്ഥ? കുഴപ്പമില്ല, നല്ല കണ്ടീഷൻസ് ആണ്. ഓക്കെ, റേറ്റ് ഇനി കുറയും. 2010 മോഡലിന് കൂടി ലോൺ കിട്ടുന്നില്ല. ലോൺ കിട്ടൂല. 2010 അല്ല. ശരി, അടുത്ത് ഇത് 2011 മോഡൽ അല്ലേ? 11 മോഡൽ വാഗണർ ആണ്. LSI ആണെന്ന് പറയുന്നേരം AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇതിനകത്ത് AC പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം തന്നെ വർക്കിംഗ് അല്ലേ? അതെ, വർക്കിംഗ് ആണ്. ഓക്കെ, വണ്ടി അത്യാവശ്യം നീറ്റാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? 74,000 കിലോമീറ്റർ. 74,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റേറ്റ് എത്ര ചോദിക്കുന്നത്? 220 ആണ് ചോദിക്കുന്നത്. ലോൺ ചെയ്യുകയാണെങ്കിൽ മാക്സിമം 2-2.25 അടുത്തൊക്കെ തന്നെ ലോൺ കയറേണ്ടതാണ്. പ്രൊഫൈൽ പോലെ ബാങ്കിന്റെ ഓരോന്ന് ആൾക്കാരെ പ്രൊഫൈൽ പോലെയാണ്. ഓക്കെ, ആ റേറ്റ് 220 ഇനിയും കുറയും, കൂടും. കസ്റ്റമേഴ്സ് വന്ന് സംസാരിക്കുമ്പോൾ അതിനനുസരിച്ച് കുറയും. ഓക്കെ, നിലവിലുള്ള കണ്ടീഷൻ ഒക്കെ എന്താണ്? കുഴപ്പമില്ല, നല്ല കണ്ടീഷൻ ആണ്. മാരുതിയുടെ K സീരീസ് എഞ്ചിനാണ്. ഏകദേശം 17 മൈലേജ് കിട്ടുന്നുണ്ടാവും. 15-16 റേഞ്ചിലൊക്കെ ആയിട്ട്. ഹോണ്ട ബ്രിയോ ആണ്. 2012 മോഡലാണ്. V എന്നുള്ള വേരിയന്റ് ആണ്. പെട്രോള് അന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ബ്രയോയിലേക്ക് വരുന്ന നേരം ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ OE വീൽസ് വരുന്നുണ്ട്. V എന്നുള്ള വേരിയന്റ് അതിനെക്കൊണ്ട് ഡ്യുവൽ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസും വരുന്നുണ്ടാവും. ഡ്യുവൽ എയർ ബാഗ് വരുന്നത് Vയിലേക്ക് വരുന്നതിനെ കൊണ്ടാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 1ന്റെ പുറത്തേക്ക് ഓടിക്കുന്നു. ഓക്കെ, 1ന്റെ പുറത്ത് ഓടിയിട്ടുണ്ട്. ഹോണ്ടന്റെ എഞ്ചിനാണ്. 1 ലക്ഷം ഒന്നും വലിയൊരു പ്രശ്നമായിട്ട് എവിടെയും കണ്ടിട്ടില്ല. റിഫൈൻഡ് ആണ്. 1.2 ലിറ്റർ എഞ്ചിന് ഏകദേശം 13-15 മൈലേജ് ഒക്കെ കിട്ടുന്നുണ്ടാവും. റേറ്റ് എത്ര ചോദിക്കുന്നത്? 2012 പ്രയോന് 255 ആണ് ചോദിക്കുന്നത്. 255 ആണ്. വണ്ടി അടുപ്പിച്ച് വർക്ക് ചെയ്തതിനെ കൊണ്ട് ക്യാമറമാൻ കമ്പ്യൂട്ടർ മുകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം റെയിലിന്റെ മുകളിലാണ്. അപ്പൊ ഫോട്ടോസ് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും വണ്ടി കാണിക്കാൻ പറ്റുള്ളൂ. മാക്സിമം നമ്മൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതേ സമയത്ത് ലോണൊക്കെ എത്ര നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ 2012 വണ്ടിക്ക്?
അത് ഓരോ പ്രൊഫൈൽ അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. 2.5 ഒക്കെ എത്തൂ, 2.25 എന്തായാലും കിട്ടുന്നുണ്ടാവും. ഉള്ളിൽ കിട്ടും. ഓക്കെ, ഏകദേശം ഒരു 30,000 രൂപ അല്ലെങ്കിൽ മാക്സിമം ഒരു എന്തായാലും ഒരു 30-50 ആ റേഞ്ചിൽ എന്തായാലും വേണം. കാണണല്ലേ? അല്ല, ചില കേസിൽ 2.40 ഒക്കെ ലോൺ കൊടുക്കുന്നത് കാണാറുണ്ട്. ഓരോ പ്രൊഫൈലിനനുസരിച്ച് നമുക്ക് ചെയ്യാം. പെൻഡിങ്ങുള്ള ആയിട്ടുണ്ടോ? ഇല്ല, ഒരു വർക്കും പെൻഡിങ് ആയിട്ടുള്ളതില്ല. ഇവിടെ ഫുള്ള് വർക്കും എല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ വെക്കുക. അതെ അതെ. ജലീസത്ത് അടുത്ത് ഇത് 2018 മോഡൽ സ്വിഫ്റ്റ് VXi ആണ്, ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. സ്വിഫ്റ്റ് VXi ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് AMT ആയിരിക്കും ഗിയർ ബോക്സ് വരുന്നുണ്ടാവുക. വണ്ടി ടൈറ്റ് ആയിട്ടാണ് പാർക്ക് ചെയ്തത്. അപ്പം ഇന്റീരിയർ കാണുന്നുണ്ട്, എക്സ്റ്റീരിയർ മിക്കവാറും നിങ്ങൾ ഫോട്ടോസ് വാട്സാപ്പിൽ അയച്ചു കൊടുക്കേണ്ടി വരും. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 80,000 കിലോമീറ്റർ. 80,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ലേ? അതെ അതെ, ഹിസ്റ്ററി ഉള്ളതാ. ഓക്കെ, ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഏകദേശം ഒരു 18 റേഞ്ചിലൊക്കെ എങ്ങനെയാലും പെട്രോളും മൈലേജ് കിട്ടുന്നുണ്ടാവും. അത്യാവശ്യം കാണാൻ വൃത്തിയുണ്ട്. പിന്നെ വണ്ടി ടൈറ്റ് ആയിട്ട് പാർക്ക് ചെയ്തതിനെ കൊണ്ട് മുന്നേ പറഞ്ഞാൽ ഫോട്ടോസ് എന്തായാലും നിങ്ങൾ വാട്സാപ്പിൽ അയച്ചു കൊടുക്കേണ്ടി വരും. കാരണം നേരിട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് 4 സൈഡും കുറച്ച് ക്ലിയർ കുറവുണ്ട് കാണുന്ന നേരം. റേറ്റ് എത്ര ചോദിക്കുന്നത് 2018 ഓട്ടോമാറ്റിക് വാഗണ സ്വിഫ്റ്റിന്? 565 ആണ് ചോദിക്കുന്നത്. 565 ആണ്. 580 വരെ, 580, 590 റേഞ്ചിലൊക്കെ വണ്ടിക്ക് വില കാണാറുണ്ട്. ലോൺ എന്തായാലും 6 ലക്ഷം വരെയൊക്കെ 6 ലക്ഷം വരെയൊക്കെ ലോണ് കാണാനുള്ളതാണ്. അപ്പൊ എന്തായാലും ഫുൾ ലോണും ക്യാഷ് ബാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞെത്തിക്കാൻ പറ്റുമോ? ലോണ് പ്രോത്സാഹിപ്പിക്കുന്ന പറ്റില്ല. നല്ല പ്രൊഫൈൽ ഉള്ളവരാണെങ്കിൽ എന്തായാലും 6 ലക്ഷത്തിന്റെ അടുത്ത് വാല്യൂഷൻ വരുന്നുണ്ടാവും. ആ റേഞ്ചിൽ തന്നെ ലോണ് കയറേണ്ടതുമാണ്. വേറെ എടുക്കുന്ന ആൾക്ക് ഇപ്പൊ മാരുതിന്റെ വാറന്റി എന്തായാലും കിട്ടുന്നുണ്ടാവുമല്ലോ. 1 ഇയർ വാറന്റി കിട്ടുന്നുണ്ടാവും. 18 മോഡൽ അതിനെ കൊണ്ട് 3 ഫ്രീ സർവീസ് ഉണ്ടാവും. നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫ്രീ സർവീസിന് ഏകദേശം 4,500 രൂപയിൽ റേറ്റ് വരുന്നുണ്ടാവും. അത് വരുന്ന നേരം എടുക്കുന്ന ആൾക്ക് 10,000 രൂപ അവിടെ തന്നെ വണ്ടിന്റെ മുകളിൽ വാല്യൂ ഫോർ മണി ആഡഡ് ആണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും മാനുവലിന്റെ റേറ്റിൽ അല്ല ഓട്ടോമാറ്റിക്കിന്റെ റേറ്റിൽ മാനുവൽ സ്വിഫ്റ്റ് കിട്ടുന്നുണ്ടാവും അല്ലേ? ഓക്കെ, ഇതടുത്തത് ഗ്രാൻഡ് ഐറ്റനാണ്. അവസാനം ഇറങ്ങിയ ഷേപ്പ് ഫേസ് ലിഫ്റ്റ് വന്നത് മാഗ്ന 1.2. ഓക്കെ, ഇത് മോഡൽ ഏതായിരുന്നു? 18 ആണോ 19 ആണോ? 2018 19 ആണ്. അതെങ്ങനെ രണ്ടും കൂടെ? ഓക്കെ, മാനുഫാക്ചർ രജിസ്റ്റർ 18 19 എന്ന് പറഞ്ഞപ്പോൾ 1.2 ലിറ്റർ കാപ്പ എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. അതിൻ്റെ അകത്ത് തന്നെ ഏകദേശം 13-15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. അതേ സമയത്ത് വേരിയന്റ് പറഞ്ഞത് മാഗ്ന അല്ലേ? അതെ, മാഗ്ന. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ആണോ സെക്കൻഡ് ആണോ? അത് നോക്കും. സിംഗിൾ ആണ്. സിംഗിൾ ആണ്. ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, ഇത്രയായിരിക്കും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2018-19 ഗ്രാൻഡ് ഐറ്റൺ എത്ര റേറ്റ് വരുന്നത്? 390 ആണ് ചോദിക്കുന്നത്. 390 ആണ് റേറ്റ് വെക്കുന്നത്. അത്യാവശ്യം നല്ല റേറ്റ് ആണ്. കാരണം ഫുൾ ലോൺ തന്നെ ആ റേറ്റിൽ കയറേണ്ടതാണ്. 18-19 വണ്ടിക്ക് 4-4.25 വരെയൊക്കെ എന്തായാലും വാല്യൂഷൻ വരുന്നതാണ്. അപ്പൊ ഫുൾ ലോൺ തന്നെ കിട്ടുന്നുണ്ടോ? അത്യാവശ്യം പ്രൊഫൈലുള്ള ഒരു വ്യക്തിക്ക് വണ്ടി എന്തെങ്കിലും കാര്യമായിട്ട് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എടുക്കുന്ന ആൾക്ക് കാര്യമായിട്ട് പണികളൊന്നും ഇല്ലല്ലോ? നല്ല വണ്ടിയല്ലേ? ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പുതിയ ടയേഴ്സ് തന്നെ ആയിട്ടാണ് കാണുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ലോണിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, മോഡൽ പറഞ്ഞിട്ടുണ്ട്, കിലോമീറ്റർ, ഓണർഷിപ്പ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു പറയാൻ വിട്ടുപോയിട്ടില്ലല്ലോ? ഓ ആയിക്കോട്ടെ, ശരി. പുതിയ വണ്ടിക്ക് ഏകദേശം 24 കിലോമീറ്റർ ആണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. അതും ഇത്രയും വലിയ വണ്ടിക്ക് 24 കിട്ടിയില്ലെങ്കിൽ എന്തായാലും 20 എങ്കിലും നമുക്ക് ലൈവായിട്ട് മാക്സിമം കിട്ടേണ്ടതാണ്. 2022 ആണോ? 22 മോഡൽ ഓൾട്ടോ കേട്ട ന്യൂ ഷേപ്പ് വരുന്ന വണ്ടി അല്ലേ? VXi എന്നുള്ളത് ഫുൾ ഓപ്ഷൻ ആണ്. ബാക്ക് സെൻസേഴ്സ് വരുന്നില്ല എന്നുള്ളൂ. വരുന്നുണ്ട്, ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് 2022 വണ്ടി? 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 3000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. ഓണർഷിപ്പ് അപ്പൊ സിംഗിൾ ആണോ സെക്കൻഡ് ആണോ? ഫസ്റ്റ് ഓണർഷിപ്പ് തന്നെ. വണ്ടി നിലവിലുള്ള കണ്ടീഷൻ എന്താ? 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിന്റെ ഇടയിൽ എയർ ബാഗ് ചെക്ക് ചെയ്യുക അങ്ങനത്തെ കലാപരിപാടികളൊന്നും ഇല്ലല്ലോ? ഓക്കെ, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടോ? 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോസ് വരുന്നില്ല, സോറി 2 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. ഈ നമ്മൾ സാധാരണ കാണുന്ന നമ്മളെ വാഗണാർ മുതൽ വരുന്ന സെയിം എഞ്ചിൻ തന്നെ. പക്ഷേ ഇത്തവണ മൈലേജ് കുറച്ചും കൂടെ വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളതാണ് ന്യൂ ഷേപ്പിലേക്ക് വരുന്നതിനുള്ളത്. റേറ്റ് തിരക്കുന്നത് പുതിയ വണ്ടിക്ക് 6 ലക്ഷം രൂപ റേറ്റ് ഉണ്ട്. ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇതിന് ഏകദേശം
5.5 ആ റേഞ്ചിലായിട്ട് റേറ്റ് ഇതിനുണ്ട്. ഇതിന് ഇപ്പൊ ഇവിടെ ചോദിക്കുന്ന റേറ്റ് എത്ര? 2 വർഷം പഴക്കം 3000 കിലോമീറ്റർ ഓടിയതിനെ കൊണ്ട് 460 ചോദിക്കുന്നുള്ളൂ. അതിനും കുറയും. നമുക്ക് വന്നിട്ട് സംസാരിക്കുമ്പോൾ പിന്നെ കുറയല്ലോ. ലോൺ എന്തായാലും 4.4 4.5 വരെയൊക്കെ ലോൺ കയറേണ്ടതാണ്. കാരണം 2022 മോഡലല്ലേ, ന്യൂ മോഡൽ അല്ലേ. അപ്പൊ എന്തായാലും കമ്പനി വാറണ്ടി 2025 വരെ ഉണ്ട്. അതെ, സർവീസും ഫ്രീ സർവീസും ഉണ്ടല്ലോ. മാരുതിന്റെ ട്രൂവാലിന്റെ എടുക്കുന്നതിനെ കൊണ്ട് 3 ഫ്രീ സർവീസും കിട്ടുന്നുണ്ടാവും. ആകെ 3000 കിലോമീറ്റർ അല്ല ഓടിയിട്ടുള്ളൂ. അതെ, ടയറും കാര്യമായിട്ടൊന്നും കുറഞ്ഞതായിട്ടൊന്നും കാണുന്നില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇവര് വണ്ടി വിറ്റിട്ടുണ്ടാവുക? അറിയില്ല. ജലീസത്ത, അടുത്തത് ഇത് 2016 മോഡൽ സെലറിയോ VXi ആണ്. ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. VXi ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന മിഡിൽ ഓപ്ഷന്റെ അകത്ത് നമ്മളെ K സീരീസ് എഞ്ചിൻ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. VXiയിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ക സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. AMT ആണ് ട്രാൻസ്മിഷൻ വരുന്നുണ്ടാവും. ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന നേരം AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം തന്നെ വർക്കിംഗ് ആണല്ലോ. അതെ, വർക്കിംഗ് ആണ്. റേറ്റ് എത്ര ചോദിക്കുന്നത്? 2016 സെലേറിയോന് 365 ആണ് ചോദിക്കുന്നത്. 365 റേറ്റ് ചോദിക്കുന്നുണ്ട്. കുറയും. അത് കസ്റ്റമേഴ്സിന്റെ ഇത് വന്നിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ബാക്ക് ചെയ്യാം. ഇത് റെക്കോർഡ് ചെയ്ത് വെച്ച പോലെ തന്നെ എല്ലാ വണ്ടിയിലും കുറയും. അങ്ങനെയല്ല, ലോൺ എന്തായാലും 3.5 മുകളിൽ കിട്ടാൻ സാധ്യതയുള്ള വണ്ടിയല്ലേ? ഫുൾ ലോൺ എന്നൊക്കെ പറയാൻ പറ്റും. ഫുൾ ലോൺ പറയാൻ ഓരോന്ന് ആൾക്കാരെ ബാങ്കിന്റെ അത്യാവശ്യം പ്രൊഫൈൽ ഒരാൾ വരികയാണെങ്കിൽ ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ആയിക്കോട്ടെ. ഫോർഡിന്റെ ആസ്പയർ ആണ്. ആസ്റ്റൺ മാർട്ടിൽ ഗ്രില്ല് വരുന്ന ഏറ്റവും അവസാനത്തെ ഷേപ്പ്. 17 ആണോ 18 ആണോ? 18 മോഡലാണ്. ഡീസൽ ആണോ പെട്രോൾ ആണോ? അത് ഡീസലാണ്. 1.5 ലിറ്റർ എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. അതന്നെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ടാവും. 18, 20, 22 ഒക്കെ മൈലേജ് കിട്ടും. വണ്ടി ലോക്കാണ്. ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടാവും. വേരിയന്റ് ഏതാ? ടൈറ്റാനിയം ആണത്. ടൈറ്റാനിയം എന്നുള്ള അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഡ്യുവൽ എയർ ബാഗ്, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC ഉണ്ടെന്നാണ് ഓർമ്മയിലുള്ളത്. ഇത്രയ്ക്കായിരിക്കും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ടാവുക. TDC എന്നുള്ള എഞ്ചിനാണ്. ബാക്ക് സെൻസേഴ്സും വരുന്നുണ്ടാവും സെഡാൻ എന്നുള്ള വണ്ടിയിൽ. കമ്പനി ഇൻബിൽറ്റ് വരുന്ന എല്ലോയ്സും വരുന്നുണ്ടാവും. നിലവിൽ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 58,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ ആണോ? ജെന്യൂൻ കിലോമീറ്റർ ആണെങ്കിൽ നല്ല അടിപൊളി ചാൻസ് ആണത്. പക്ഷെ അതിനുള്ള റേറ്റുകൾ പറയില്ലെങ്കിൽ 5 പുറത്തുണ്ടാവും. 5 ഉള്ളിലുള്ളൂ. ഡീസല് ഫോർഡിന്റെ ആസ്പയറിന് എത്ര ചോദിക്കുന്നത്? 480 ആണ് റേറ്റ് ചോദിക്കുന്നത്. സാധാരണ ഇതിലും കൂടുതൽ 58,000 കിലോമീറ്റർ ഓടി വണ്ടി ഇതിലും കൂടുതൽ റേറ്റ് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്നവർ എടുക്കുന്ന ആൾക്കത് വാല്യൂ ഫോർ മണി ഭയങ്കര കൂടുതലാണെന്ന് ഓപ്പണായി പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലി ഫോർഡിന്റെ വണ്ടികൾ യൂസ് ചെയ്തവർ ഫോർഡ് ആയാലും ഫിയാറ്റ് ആയാലും മാറാനൊന്ന് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അത്രയും കംഫർട്ട് കൊടുക്കുന്ന വണ്ടികളാണ്. നിലവിൽ കമ്പനി നിർത്തിയിട്ടുണ്ട് എങ്കിലും എൻഡവർ തിരിച്ചു വരുന്നുണ്ട്. ഏകദേശം കാര്യങ്ങളൊക്കെ കൺഫേം ആയിട്ടുണ്ട്. എവറസ്റ്റ് എന്നുള്ള പേരിലായിരിക്കും. അപ്പോൾ കമ്പനി നിർത്തിപ്പോയി എന്ന് പറഞ്ഞിട്ട് സ്പെയർ കിട്ടുന്നതിന് ബുദ്ധിമുട്ടില്ല. 10 വർഷത്തേക്ക് എന്തായാലും കമ്പനി ആയിട്ട് കരാറുണ്ടാവും. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടാവും? 4.5 മുകളിൽ ലോൺ കിട്ടുമോ? ലോൺ കിട്ടും. ഓക്കെ. ജലീസത്ത ഓട്ടോമാറ്റിക് വണ്ടിയാണ്. KL 13 കണ്ണൂർ രജിസ്ട്രേഡ് ആണ്. റിറ്റ്സ് VXi ആണ്. VXi ഓട്ടോമാറ്റിക് ആണ്. 2015 മോഡലാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? അതെ. പക്ക കമ്പനീസിലുള്ള വണ്ടിയാണ്. ബാക്ക് സെൻസേഴ്സ് വരുന്നില്ല. പക്ഷെ ബാക്ക് ക്യാമറ ഒരെണ്ണം എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. സോണിന്റെ ഒരു ചെറിയൊരു സ്ക്രീനും കൊടുത്തിട്ടുണ്ട്. ഗിയർ വരുന്നത് AT ആണ്, AMT അല്ല. അപ്പം ലേഡീസിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അത്യാവശ്യം നല്ല പോലെ. അതേ സമയത്ത് ഒരു ഗിയർ ലാഗ് കാര്യമായിട്ടൊന്നും ഉണ്ടാവത്തുമില്ല. നിലവിലുള്ള കണ്ടീഷൻ എന്താ ജലീസത്ത? നല്ല കണ്ടീഷൻ ആണ്. വണ്ടി ബാക്ക് അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താ അവസ്ഥ? ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ അപ്ലോഡ് ചെയ്ത് കാര്യം ചോദിക്കുകയാണെങ്കിൽ റേറ്റ് എത്രയാ? റേറ്റ് 4 ലക്ഷമാണ്. 4 ലക്ഷമാണ് ചോദിക്കുന്നത്. കുറയും. മൈലേജ് കിട്ടുന്നുണ്ടോ? മാനുവലിന് 15ന്റെ അടുത്തും കിട്ടുന്നുണ്ടോ? 2 കിലോമീറ്റർ വ്യത്യാസം വരുന്നുണ്ട്. AC പോർഷന് 4 ഡോർ പവർ വിൻഡോസ് എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ആണ്. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ലോണ് സാധാരണ നോക്കുകയാണെങ്കിൽ എങ്ങനെയും 3.5 മുകളിൽ ലോൺ കിട്ടുന്നതാണ്. അപ്പം ഒരു 20,000 മുതൽ 50,000 റേഞ്ചിലൊക്കെ ആയിട്ട് ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഓട്ടോമാറ്റിക് റിച്ച് ഇറക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ. അടുത്ത് ഇത് എക്സ്പ്രസ് VXi പ്ലസ് ആണ്. എക്സ്പ്രസോ VXi പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ തന്നെ. ബാക്ക് സെൻസേഴ്സ് ഒക്കെ 2022 മോഡലാണ്. 22 മോഡൽ എക്സ്പ്രസോ VXi പ്ലസ് എന്ന് പറയുന്ന നേരം സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടോ. പിന്നെ 2 ഡോർ പവർ വിൻഡോസ്, AC പവർ അത് ലോക്കാണ്. AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ KL 53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ആണ്.
കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ ആണോ? ജെന്യൂൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ആ ഒരു കാലയളവിൽ വന്നിട്ടുണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, ഇപ്പൊ 2 വർഷം കൊണ്ട് ഏകദേശം 10,000 കിലോമീറ്ററിന് അടുത്ത് ഓടിയിട്ടുള്ള ഈ ഒരു എക്സ്പ്രസിനൂടെ നിങ്ങളുടെ റേറ്റ് എത്ര വരുന്നത്? 4,90,000 ആണ്. 4,90,000 ആണ്. 4,90,000 2025 ഒരു വാറണ്ടി ഉണ്ടാവും. അതും നമ്മൾ സാധാരണ 2021 വണ്ടിയൊക്കെ തന്നെ ഇടയ്ക്ക് 4.4, 4.5 കാണാറുണ്ട്. കിലോമീറ്റർ പക്ഷെ 40-50 ഒക്കെ ഓടിയിട്ടുണ്ടാവാറുണ്ട്. പിന്നെ ട്രൂ വാല്യൂന്റെ വാറണ്ടി കാണാറില്ല. അതേ സമയത്ത് 3 ഫ്രീ സർവീസ് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ടോ? 1 ഇയർ വാറണ്ടിയും 3 ഫ്രീ സർവീസും ഉണ്ട്. കിട്ടുന്നുണ്ടോ? ഓക്കെ. എടുക്കുന്ന ആൾക്ക് ഇപ്പോൾ ജനറലി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ജസ്റ്റ് 3 പ്രാവശ്യം സർവീസ് സെന്ററിൽ കൊണ്ടുപോയി കാണിച്ചാലും പൈസ ചെലവൊന്നും വരില്ല. അതിന്റെ തന്നെ ഓക്കെ, അതിന്റെ തന്നെ എന്തെങ്കിലും പാർട്സിന് എന്തെങ്കിലും മേജർ ആയിട്ട് ഇപ്പൊ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ, കാരണം യൂസ്ഡ് വണ്ടിയാണ്, എന്താ റീപ്ലേസ് ചെയ്യേണ്ടി വന്നാലും അത് കമ്പനി ചെലവിൽ മാറ്റിക്കോളും. ഓക്കെ, 4.5 എന്തായാലും കയറൂലേ? അത് കയറും. 2022 മോഡൽ അതിനൊക്കെ ഉണ്ട്. ഫുൾ ഓൺ ആയിട്ട് കയറാൻ പറ്റും. പിന്നെ പ്രൊഫൈലിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ശരി, ഇത് അടുത്തത് ഇത് മൈക്രോ SUV ആണ്. 2014 മൈക്രോ SV 2014 മോഡല്. ഓക്കെ, മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ? CVT ആണ്. SV എന്നുള്ള ഫുൾ ഓപ്ഷൻ്റെ അകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഡ്യുവൽ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്നതിന്റെ കൂടെ തന്നെ 1.2 ലിറ്റർ എഞ്ചിൻ മെയ്റ്റ് ചെയ്തിരിക്കുന്നത് CVT ഗിയർ ബോക്സിലേക്കാണ്. ഏകദേശം 13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ഫുൾ ഓപ്ഷൻ അതിനെക്കൊണ്ട് തന്നെ ബാക്ക് വൈപ്പർ, ഡിഫോഗർ, ബാക്ക് സെൻസേഴ്സ്, അതേപോലെ തന്നെ OE വീൽസ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ? ഓക്കെ, വണ്ടി നിലവിലുള്ള കണ്ടീഷൻ എന്താ? നല്ല കണ്ടീഷനാണ്. ഓക്കെ, റേറ്റ് എത്രയാണ് വരുന്നത്? 380 ആണ്. 380 ആണ് റേറ്റ് വയ്ക്കുന്നത്. കുറയൂലേ? അത് CVT അതിനെ കൊണ്ടുള്ള റേറ്റ് വ്യത്യാസമാണോ? അതെ, CVT അതിനൊക്കെ. ഓക്കെ, ഇപ്പൊ ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടാവും? 3.5 ലോൺ ചെയ്യാം. 3.5 റേഞ്ച് ലോൺ ഇട്ടു. വണ്ടി നിലവിലുള്ള കണ്ടീഷൻ നല്ല കണ്ടീഷൻ ആണ്. ഉള്ളൊക്കെ കണ്ടില്ലേ? അല്ല, അത് നോക്കണ്ട. അതിന്റെ ഉള്ളിലേക്ക് മെക്കാനിക്കൽ സൈഡ് എന്താ പാട്? ഉള്ളോട്ട് മെക്കാനിക്കൽ സൈഡ് കുഴപ്പമില്ല, നല്ല വണ്ടിയാ. ഓക്കെ, ജലീസത്ത് അടുത്തത് 2017 ആണ്. സിയാസ് സീറ്റ് ആണ്. ഇത് പെട്രോൾ ആണ്. ഓക്കെ, കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? ആകെ 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ ആണോ? ജെന്യൂൻ ആണ്. ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ്മെന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മേജർ വർക്ക്സ് ഒന്നുമില്ല. ഓക്കെ, സീറ്റ എന്നുള്ളത് അന്ന് ഇറങ്ങിയിട്ടുള്ള ആൽഫ എന്നുള്ള വേരിയന്റിന് തൊട്ട് താഴെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ബാക്ക് സെൻസേഴ്സ്, എലോയ് വീൽസ്, ഇന്റീരിയർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എയർ ബാഗ്സ് വരുന്നുണ്ടാവും, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, വണ്ടി ലോക്കാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ വരുന്ന എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. ബാക്കിൽ ആംറസ്റ്റ് പ്ലസ് കപ്പ് ഹോൾഡേഴ്സ്, ഇങ്ങനെ ഒരു എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇപ്പൊ വണ്ടിക്ക് ഇവിടെ ചോദിക്കുന്നത് റേറ്റ് എത്രയാ? 6,30,000 ആണ് ചോദിക്കുന്നത്. നല്ല റേറ്റ് ആണ്. അല്ല, ആകെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിനെ കൊണ്ടുള്ള റേറ്റ് വ്യത്യാസം. 2017 മോഡൽ അതിനെ കൊണ്ട് എന്തായാലും വാറണ്ടി കിട്ടുന്നുണ്ടോ? വാറണ്ടി 1 ഇയർ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ 3 ഫ്രീ സർവീസും ഉള്ളതാണ്. ആ കുറഞ്ഞ കിലോമീറ്റർ അതിനെ കൊണ്ടുള്ള ഒരു വ്യത്യാസം. ആകെ 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അതായത് 2017 പറയുമ്പോൾ 6 കൊല്ലം കൊണ്ട് ഒരു കൊല്ലം 6,000 കിലോമീറ്റർ, അതായത് ഒരു മാസം 500 കിലോമീറ്റർ, ഒരു ദിവസം ഒരു ദിവസം 15 കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ ശരിക്കും നോക്കുകയാണെങ്കിൽ. 16 കിലോമീറ്റർ. ഓക്കെ, ലോണൊക്കെ എത്ര ചെയ്യാൻ പറ്റുന്നുണ്ടാവും? ഫുൾ ലോൺ ആക്കിയിട്ട് ചെയ്യാം. പക്ഷേ ആൾക്കാരെ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സ്വിഫ്റ്റ് VXI 2018 മോഡലാണ്. പക്ഷെ VXI എല്ലോയ്സ് വരാറില്ല. VXI ആണെന്ന് ഉറപ്പാണോ? അതെ, VXI ആണ്. ഓക്കെ, അപ്പോൾ എല്ലോയ്സ് എക്സ്ട്രാ ചെയ്തതാണ്. റെഡ് കളർ സ്വിഫ്റ്റ് VXI. ഫീച്ചർ സൈഡ് നോക്കുകയാണെങ്കിൽ 4 ഡോർ വിൻഡോസ്, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടാവും, സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ടാവും. ഈ ഒരു ഷേപ്പിൽ ഏകദേശം 18-20 റേഞ്ചിലൊക്കെ മൈലേജ് നോർമലി യൂസർ റിവ്യൂസിൽ കാണാറുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നിങ്ങളെ ഒരു ഇതല്ല വണ്ടി 70, 50, 60 അങ്ങനെ റൗണ്ട് ആണല്ലോ. ഓർത്തൊക്കെ എളുപ്പത്തിനാണ് അങ്ങനെ പഠിച്ചു വെച്ചത്. ഓക്കെ, അല്ല കമന്റ് വരാൻ പോകുന്ന ഞാൻ ഓപ്പണെ ചോദിച്ചതേ. അതെന്തായാലും വരില്ല കമന്റ്. ഒന്നുമില്ല, നിങ്ങൾ താത്ത വിളി ഉണ്ടോ? അപ്പൊ ഇതിന് റേറ്റ് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? 5,70,000 ആണ്. 5,70,000. നമ്മൾ മുന്നേ 18 VXI ഓട്ടോമാറ്റിക് തന്നെ കണ്ടത് ഏകദേശം ഈ ഒരു റേറ്റ് അടുപ്പിച്ച് തന്നെയാണ്. ഇതിലും അത് 2 വണ്ടിക്കും 2 സ്വിഫ്റ്റിനും നമുക്ക് വാറണ്ടി കിട്ടുന്നുണ്ടാവും. അതെ, നമുക്ക് 1 ഇയർ വാറണ്ടി, 1 ഇയർ വാറണ്ടി വരും. 570 എന്നുള്ളത് നിങ്ങൾ കുറച്ചിനും കൊടുക്കൂലേ? മാക്സിമം നോക്കാം. നമുക്ക് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് സംസാരിക്കും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എഞ്ചിന്, ഗിയർ ബോക്സ്, പിന്നെ ബ്രേക്ക്, ക്ലച്ച് ഒഴികെ ബാക്കി എല്ലാ സ്പെയറിനും വാറണ്ടി കിട്ടുന്നുണ്ടാവും. തേയ്മാനം വരാത്ത എഞ്ചിനും ക്ലിയർ ബോക്സിനും ഒക്കെ വാറണ്ടി കിട്ടുന്നുണ്ടാവും. ഇത്രയ്ക്കായിരിക്കും മെയിനായിട്ട് വാറന്റിനെ കൊണ്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാലേ. ഓക്കെ, നമ്മളൊന്ന് വീഡിയോ ജലീസത്താ സോറി ഒരു എസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുള്ളൂ. വിഷയക്കണ്ട പോട്ടെ. അപ്പോ
വീഡിയോ റാപ്പ് ചെയ്യാണ്. ഓക്കെ അത്യാവശ്യം വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും കോൺടാക്ട്സ് വരികയാണെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ വേറെ നമ്മൾ പറയാൻ വിട്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഇല്ല ഇല്ല ഫോട്ടോസ് ഫോട്ടോസ് കാര്യങ്ങൾ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള വണ്ടീന്റെ ഏതാ ഫോട്ടോസ് ആയിക്കോട്ടെ. ശരി, അപ്പോൾ ഇത്രയും നമ്മൾ വീഡിയോയിൽ പറഞ്ഞ മറ്റൊരു വീഡിയോ കാണുമ്പോൾ ഹാപ്പി സൈനിങ് ഓഫ്. അഡിയോസ്.